ആർ റോഷിപാലും റഹീസ് റഷീദും ടി വി പ്രസാദുമാണ് ചേരുന്നത്. നമുക്ക് റഹീസിലേക്ക് പോയാൽ, റഹീസ്, ഇതിപ്പോൾ എം.എ. ബേബിയുടെ അനുനയ നീക്കവും ഫലം കണ്ടിട്ടില്ല. CPI കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല ഇന്നിപ്പോൾ ചർച്ചകൾ നടക്കാത്തതിലും അതൃപ്തിയുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല ചില ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? വിനിത, CPI അവരെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് CPIയുടെ അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇന്ന് മറ്റു തരത്തിലുള്ള അനുരഞ്ജന ചർച്ചകളൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഇന്നലെ എടുത്ത തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. അതായത് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPIയുടെ 4 മന്ത്രിമാരും വിട്ടുനിൽക്കുക എന്ന തീരുമാനം നടപ്പിലാക്കാനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അതിനിടയിലാണ് CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M.A. ബേബി ബിനോയ് വിശ്വത്തെയും K. രാജനെയും ഫോണിൽ വിളിച്ചത്. ബിനോയ് വിശ്വത്തോട് സംസാരിച്ചപ്പോൾ കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്ന ഇന്നലെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച അതേ ആവശ്യം തന്നെയാണ് M.A. ബേബി മുന്നോട്ട് വെച്ചത്. ഒപ്പം M.A. ബേബി പറഞ്ഞത് മന്ത്രിസഭാ ഉപസമിതിയും LDF ഉപസമിതിയും ഈ വിഷയം ചർച്ച ചെയ്യും, അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകാം എന്നതായിരുന്നു. പക്ഷേ ബിനോയ് വിശ്വം ഇന്നലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞ മറുപടി തന്നെ പറഞ്ഞു, കരാറിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന നിലപാട് ബിനോയ് വിശ്വം പറയുകയും ചെയ്തു. അതിനുശേഷം M.A. ബേബി സംസാരിച്ച വിവരം കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. ആ ചർച്ചയിലാണ് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കാൻ CPI തീരുമാനിച്ചത്. അതായത് കരാറിൽ ഒപ്പിട്ട തീരുമാനം എടിപടിയെന്ന് പിൻവലിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതിന് ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ നിന്ന് സംസ്ഥാനം പിൻവാങ്ങുകയാണ് എന്ന് കാട്ടി കേന്ദ്രത്തിന് ഒരു കത്ത് സംസ്ഥാന സർക്കാർ അയക്കണം. ആ കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണം. അങ്ങനെയാണെങ്കിൽ വഴങ്ങാം. അത് നേരത്തെ പറഞ്ഞ അതേ തീരുമാനമാണ്. അത് കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കായി അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നാളെ നടക്കേണ്ട മന്ത്രിസഭാ യോഗം ഉച്ചയ്ക്ക് ശേഷം 3 മണി അല്ലെങ്കിൽ 4 മണിക്ക് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു ചർച്ച നടക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. വിനിത, റോഷിപാലുണ്ട്. റോഷിപാൽ, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI വിട്ടുനിന്നാൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എങ്കിൽ പോലും അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറും. മാത്രമല്ല ഈ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് PM ശ്രീയിൽ തീരുമാനമെടുത്തതിൽ കടുത്ത അതൃപ്തിയും അപമാനിതരായെന്ന തോന്നലും CPI മന്ത്രിമാർക്കും CPI എന്ന പാർട്ടിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന നിലപാട് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ബഹിഷ്കരണം എത്ര നാളെന്നതൊക്കെ ഈ ചർച്ചയുടെ പുരോഗതി അനുസരിച്ചിരിക്കുകയും ചെയ്യും. എന്താണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? 4 മന്ത്രിമാരും പങ്കെടുക്കുന്നില്ല എന്നറിയുന്നു. നാളെ വൈകിട്ടത്തേക്ക് യോഗം മാറ്റിയിട്ടുണ്ട്. അതിനു മുൻപ് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാം എന്നതാണോ പ്രതീക്ഷിക്കുന്നത്? മുഖ്യമന്ത്രി സംസാരിച്ചില്ലത്, അനുനയം ഉണ്ടായില്ല. M.A. ബേബി ഇപ്പോൾ ഫോണിൽ വിളിച്ചു, എന്നിട്ടും ഫലം കണ്ടില്ല എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിനീത, വളരെ വേഗത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇപ്പോഴും തുടരുന്നത്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഇത് കൃത്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് നാളെ രാവിലെ നടക്കേണ്ട മന്ത്രിസഭാ യോഗം വൈകിട്ടത്തേക്ക് മാറ്റി രാവിലെ തന്നെ CPI നേതൃത്വവുമായി ആശയവിനിമയം നടത്തി അവരെ അനുനയിപ്പിക്കാൻ പറ്റുമെന്ന ഒരു വിശ്വാസം. അതുകൊണ്ട് മുഖ്യമന്ത്രി നാളെ സ്വാഭാവികമായും ബിനോയ് വിശ്വവുമായി ആശയവിനിമയം നടത്തുമ്പോൾ അതിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ എന്തായിരിക്കും എന്നത് ഏറ്റവും പ്രധാനമായിരിക്കും. കാരണം CPI മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ PM3 പദ്ധതിയിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങുക എന്നതാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPM നേതൃത്വം, സർക്കാരും അത് CPI നേരത്തെ അറിയിച്ചതാണ്. പിന്നീട് മറ്റെന്താണ് വഴി ഈ പ്രശ്നപരിഹാരത്തിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനൊപ്പം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കേണ്ട സമയമാണ്. ഇങ്ങനെ ഈ തർക്കം പരിഹരിക്കുന്നത് വൈകിക്കഴിഞ്ഞാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ബാധിക്കുമെന്ന ആശങ്ക CPM നേതൃത്വത്തിനും LDF-നും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് തന്നെയാണ് അനുനയ നീക്കം സജീവമാക്കുന്നത്. നാളെ ഈ കൂടിക്കാഴ്ചകളിലും ചർച്ചകളിലും CPI നേതൃത്വം പിൻവാങ്ങിയില്ലെങ്കിൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയിൽ നിന്നും പിന്മാറാൻ വേണ്ടി CPI നേതൃത്വം തീരുമാനമെടുത്താൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയാകും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഏത് വിധേനയും CPIയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തന്നെയാകും ഇനിയുള്ള മണിക്കൂറുകളിൽ CPM നേതൃത്വത്തിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്നുണ്ടാവുക. ശരി, നമുക്ക് TV പ്രസാദിലേക്ക് കൂടി പോകണം. പ്രസാദ്, ഉപസമിതി വെക്കാം, ഈ കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യാം എന്നൊരു നിലപാട് CPM എടുക്കുന്നുണ്ട്. മാത്രവുമല്ല നാളെ വൈകിട്ട് മന്ത്രിസഭാ യോഗത്തിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ
നീക്കം നടത്താം എന്നുകൂടി കരുതുന്നു. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും സംസാരിച്ചേക്കുമെന്നാണ് കരുതിയിരുന്നതും അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരുന്നതും. പക്ഷേ ഇന്നും ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇതുവരെ MA ബേബി വിളിച്ചു സംസാരിച്ചത് മാത്രമാണ് ഇതിലൊരു ചർച്ച എന്ന നിലയ്ക്ക് മുന്നോട്ട് പോയ കാര്യമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് CPM ഇനി ഉദ്ദേശിക്കുന്നത്? വിനീത, ഇനിയിപ്പോൾ ഇതിൽ ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്നുള്ളതാണ്. കരാറുമായി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. കരാറുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIM-ന്റെ നിലവിലുള്ള നിലപാട്. ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ, അതല്ലെങ്കിൽ നിലവിലുള്ളത് മരവിപ്പിക്കാൻ ഒരു തീരുമാനമെടുക്കുക, അത് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് മന്ത്രിസഭാ യോഗത്തിൽ അവർ പങ്കെടുക്കണമെങ്കിൽ മുന്നിലുള്ള ഏക പോംവഴി. നാളെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് അങ്ങനെ ഒരു തീരുമാനം CPIM എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ വലിയ സമ്മർദ്ദം ചെലുത്തി സംസ്ഥാനത്തെ CPM-ൽ നിന്ന് തന്നെ വലിയ സമ്മർദ്ദം വന്ന് ആ ഒരു രീതിയിൽ അസാധാരണമായ നീക്കങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള നീക്കങ്ങൾ സംസ്ഥാനത്തെ CPIM നേതൃത്വം, സർക്കാർ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഇനിയിപ്പോൾ 4 മന്ത്രിമാർ, CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്നത് അത് മുന്നണിക്ക് ദോഷകരമായി ബാധിക്കുമെന്നും വലിയ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നൊക്കെ തോന്നിയുള്ള ഒരു ചർച്ച, ആ ചർച്ച സജീവമായി വന്ന് പിന്നീട് ഒരു കൂടിയാലോചന നടത്തി പദ്ധതി തൽക്കാലം മരവിപ്പിക്കാം, അത് കേന്ദ്രത്തെ അറിയിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് CPIM എത്തിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന 4 മന്ത്രിമാരെയും യോഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. അതല്ലെങ്കിൽ CPI മന്ത്രിമാർ നാളെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. വിട്ടുനിൽക്കലിൻ്റെ രീതി എങ്ങനെയാണ് എന്നത് ഫൈനലായി തീരുമാനിക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. 4 മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കാതെ മറ്റെവിടെയെങ്കിലും സമാന്തരമായ യോഗം ചേർന്ന് മാധ്യമങ്ങളെ കാണുമോ? അതല്ല ബിനോയ് വിശ്വം 4 മന്ത്രിമാരെയും കൂട്ടിയിരുത്തി വാർത്താ സമ്മേളനം നടത്തുമോ? അതല്ല മന്ത്രിസഭാ യോഗത്തിലേക്ക് കയറി അവരുടെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമോ? അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ രാവിലെ മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്ത് മടങ്ങുമോ? തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി അതിൽ അന്തിമ രൂപമുണ്ടാകും. നാളെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാരുണ്ടാവില്ല. വിനീത.